നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എനിക്ക് മനസ്സിലാവില്ലേ? ഞാൻ അമ്മയുടെ കൂടെ തന്നെ വേണം. അതുകൊണ്ടാ അമ്മയുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. തന്നെ കാണണം തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വന്നോളാം. രാധി അത് വിശ്വസിക്കൂ? വിശ്വസിപ്പിക്കണം. കുറച്ച് നല്ല വാക്കുകൾ പറയുക. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറയുക. അവളുടെ പൂജകളെ കുറിച്ചും കൃഷ്ണഭക്തിയെക്കുറിച്ചും അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ ചുമ്മാ അങ്ങ് തട്ടിവിടുക. ഇത്രയൊക്കെ വേണ്ടൂ പാവങ്ങളെ പറ്റിക്കാൻ. രാധിക മാത്രമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇതിപ്പോ ഏതു നേരം വരണോ അമ്മയും കൂടെ നിൽക്കല്ലേ? രണ്ടുപേർക്കും നമ്മളെ കളിയാക്കുന്ന കാര്യത്തില് ഒരു പ്രത്യേക മിടുക്കുണ്ട്. അതിനെന്താ, കളിയാക്കട്ടെ. നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നാണം കെടുന്നേ. എന്റെ ചെറിയമ്മേ, അവളുടെ ഒരു വിശ്വാസം നേടിയെടുത്ത അവളിലൂടെ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാം. അത് ചോദിച്ചു വാങ്ങിക്കാൻ നമുക്ക് അറിയണമെന്ന് മാത്രം. ഞാൻ കൂടെയുണ്ട്. ബാക്കിയൊക്കെ കൽപ്പന തീരുമാനിച്ചോ? പ്രിയങ്കെ പോലും സ്നേഹിച്ചവരാ നമ്മള്, നമ്മുടെ കാര്യത്തിന് വേണ്ടി. നമുക്കാണോ അവളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കാൻ പ്രയാസം? സരസ്വതി ദേവിയുടെ അനുഗ്രഹം, അല്ലാതെ എന്താ പറയുക. ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ നമ്മുടെ അതിഥിയായിരുന്ന് ഇങ്ങനെ പാടുക എന്നൊക്കെ പറഞ്ഞാൽ മോളുടെ അമ്മയുടെ ശബ്ദം വേർതിരിച്ചറിയാൻ തന്നെ പ്രയാസ. മോളുടെ ശബ്ദം കേൾക്കുന്നവരൊക്കെ അതേ അഭിപ്രായ പറയുന്നത്. ഇവളുടെ ഭാവി അത് തന്നെ ആയിരിക്കണമെന്നാ എന്റെ തീരുമാനവും. അതൊരു അനുഗ്രഹമുള്ള കാര്യമല്ലേ? നാളെ ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് രാധിക മോളുടെ കുടുംബക്കാരെന്ന നിലയിലാണെങ്കിലോ? ഞാൻ ഇതുവരെ മാഡം നേരിട്ട് പാടുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഞാനേ ഈ കച്ചേരിക്കും ഗാനമേളയ്ക്കും ഒന്നും അങ്ങനെ പോവാറില്ല.
പക്ഷെ ഇനി മുതൽ മാഡം നോക്കിക്കോ, നിങ്ങൾ ഒരുമിച്ച് പാടുന്ന എല്ലാ സ്ഥലത്തും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ രാധിക പാടുമല്ലേ? രാധിക പൂജാമുറിയിൽ ഇരുന്നൊക്കെ മൂളുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കേൾക്കുന്നതേ ആദ്യമായിട്ടാ. ഹോ, എന്താ ഒരു സ്വരമാധുരി. എന്താ ഏട്ടത്തി? ആ, അല്ല, സ്വരമാധുരി അല്ല എന്ന് വെച്ചാൽ എന്താ? എന്നുവെച്ചാ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ എല്ലാരും അങ്ങനെ പറയാറില്ലേ? ആ അത്രേ ഉള്ളല്ലേ? എന്താ വരുൺ, എന്തിനവരെ പരിഹസിക്കുന്നേ? ആ അല്ല, എനിക്ക് പോവാൻ സമയായി. ആ അതെന്താ ശ്യാമേ, കൊറേ നേരം കൂടി കഴിഞ്ഞിട്ട് പോവാലോ. ഞാൻ ഇനിയും വരുമല്ലോ, എപ്പോഴും വരുമല്ലോ, പിന്നെന്താ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാലേ, മോളെ പിരിഞ്ഞൊരു നിമിഷം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അമ്മയെ പിരിഞ്ഞ് എന്നെ കൊണ്ടും പറ്റില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ്, താന് അമ്മയുടെ കൂടെ അങ്ങ് പൊയ്ക്കോ. എടോ, നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എനിക്ക് മനസ്സിലാവില്ലേ? ഞാന് അമ്മയുടെ കൂടെ തന്നെ വേണം, അതുകൊണ്ടാ അമ്മയുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. തന്നെ കാണണം തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വന്നോളാം. മാഡം, ഇന്നത്തെ ഒരു ദിവസം രാധികയെ പരിപൂർണമായിട്ട് അങ്ങ് വിട്ടു തന്നിരിക്കുക. താങ്ക്സ് വരുൺ. പിന്നെ പരമേശ്വരൻ സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. എന്താ? എന്റെ സ്വത്തുവകകൾ എന്നെങ്കിലും കണ്ടെത്തുന്ന എന്റെ മകൾക്കുള്ളതാണെന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചിട്ടുള്ളതാ. വേണ്ടപ്പെട്ടവരോടത് പറയുകയും ഏർപ്പാടാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാ. ഇനിയിപ്പോ മോളുടെ പേരിൽ മാത്രമല്ല, ആ സ്വത്തുക്കൾ മോളുടെയും വരുണിന്റെയും പേരിൽ എഴുതി വെക്കാനാ എന്റെ തീരുമാനം. അയ്യോ മാഡം, അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ സംസാരിക്കണ്ട. സംസാരിക്കണം വരുൺ. ഞാൻ വിൽപത്രം പോലും എഴുതി വച്ചിട്ടുള്ളതാ. വരുൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാം.